ഹലോ. അപ്പം ഇന്ന് ഞായറാഴ്ച. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ അടുക്കള ഒരു മേക്ക് ഓവർ ചെയ്യാം, ഒന്ന് വൃത്തിയാക്കണം. ആവശ്യമില്ലാത്ത ആളുകളത്തെ സാധനങ്ങളെല്ലാം ഒന്ന് മാറ്റി നമ്മുടെ ഈ അടുക്കള ഒന്ന് സെറ്റപ്പ് ആക്കിയിടണം. ഇത്രയാണ് നമ്മുടെ ചുരം. അപ്പം ഞാൻ ഈ അടുക്കള വൃത്തിയാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ലോങ് വീഡിയോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം കഴുകിയെടുക്കാം. കുറച്ച് കഴുകിയായിരുന്നു. പാത്രം കഴുകിയാൽ നമുക്ക് കുറേ ജോലി നമുക്ക് കിട്ടും. ഈ പാത്രം കഴുകുന്നതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഈ കലം കഴുകുന്നത്. നല്ല രീതിയിൽ നമ്മൾ ഈ കരിക്കലം കഴുകി നമ്മുടെ കയ്യിലെ ബലമൊക്കെ പ്രയോഗിച്ച് എനിക്കാണെങ്കിൽ കയ്യിൽ ചെറുതായിട്ട് തഴമ്പ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഇട്ട് കഴുകുമ്പോൾ നല്ല വേദനയാണ്. അപ്പം പാത്രം കഴുകാൻ ഇഷ്ടമാണ്, പക്ഷേ ഈ കലം കഴുകുന്നത് ബോറാണ്. അപ്പം ബാക്കി ഓക്കെയാണ്. അപ്പം കലം കഴുകാം. ഇപ്പം കണ്ടോ, കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് കഴുകാനുള്ള ഇത്രയും പാത്രങ്ങളായിരുന്നു. ബാക്കി പാത്രങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ മേക്ക് ഓവർ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത്, എപ്പോഴും ഇവിടെ വൃത്തിയാക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഗ്യാസ് വൃത്തിയാക്കലാണ്. ഉണ്ടോ, പെട്ടെന്ന് അതിനകത്ത് നമ്മുടെ പാല് തിളപ്പിച്ചായാലും അങ്ങനെ ഓരോ സാധനങ്ങൾ വീണ് നമ്മുടെ ഈ സ്റ്റൗ ഒക്കെ പെട്ടെന്ന് തന്നെ കേടാവും. അപ്പം നമ്മൾ എന്നും വൃത്തിയാക്കേണ്ട ഒരു ഐറ്റമാണ് ഈ സ്റ്റൗ. ഞാൻ ആദ്യം തന്നെ ഈ സ്റ്റൗ വൃത്തിയാക്കിക്കൊണ്ടാണ് തുടങ്ങുന്നത്. ഞാൻ എന്താണ് ഇതിൻ്റെ മേൽഭാഗമൊക്കെ വൃത്തിയാക്കി നമ്മുടെ ടോപ്പിൽ ആ ഒരു പാത്രമൊക്കെ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അവിടെ നല്ലോണം തുടങ്ങി. ഇതെന്നും ചെയ്യുന്നതുകൊണ്ടായത് വൃത്തിയായിട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ നശിക്കും പെട്ടെന്ന് തന്നെ. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. കാരണം ഇവിടെയൊക്കെ നല്ല തുരുമ്പടിച്ചാൽ മതി ഇരിക്കുക. അതുകൊണ്ടാണ് അത് അധികം വൃത്തിയാവാത്തത്. രണ്ടും കഴുകി ഈ ഗ്യാസിന്റെ നമ്മുടെ അടിഭാഗം ഉണ്ടല്ലോ, അവിടെ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ആ സാധനങ്ങളൊന്ന് മാറ്റി ഒന്ന് തൂത്തെടുത്താൽ പറ്റാം. ഈ തുണി കൊണ്ടേ നമ്മുടെ ഈ റൈസ് കുക്കർ തുടച്ചിട്ട് കഴുകി വെച്ചേക്കുന്നതാണ്. ഇതിന് പൊടിയാവുന്നത്. അരിയും അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെക്കുന്ന ഈ സ്ഥലമാണ്. അപ്പോൾ ഇച്ചിരി വൃത്തികേടായിട്ട് തന്നെ കിടക്കുക. അപ്പം നമുക്ക് അവിടെ നിന്ന് വൃത്തിയാക്കാം. ആദ്യം നമ്മൾ ഇന്നുണ്ടാക്കിയ കറികളൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അത് ഇങ്ങോട്ട് വെക്കാം. കറികളെന്ന് പറയുമ്പോൾ മീൻകറിയും മീൻ വറുത്തതേ ഉള്ളൂ. ഞാൻ പിന്നെ ചോറ് അങ്ങനെ അധികം കഴിക്കത്തില്ലുണ്ട്. എനിക്ക് കറിയൊന്നും വേണ്ട. ഞാൻ വെജിറ്റേറിയൻ കറികളാണ് കഴിക്കുന്നത് കൂടുതലും. മീനും മീൻകറിയൊന്നും കഴിക്കത്തില്ല, പക്ഷെ ചിക്കൻ കഴിക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ വൃത്തിയാക്കേണ്ട സ്ഥലം ഇവിടെ തന്നെ. നമ്മൾ വൃത്തിയാക്കുന്നത് പെട്ടെന്ന് തന്നെ മൊഴിയാണ് കേട്ടോ. ഞാനിപ്പോൾ വൃത്തിയാക്കിയത് നല്ലോണം നമ്മൾ തുടച്ചെടുത്ത് ഒന്ന് കഴുകി എടുത്തിട്ട് ഞാൻ കൊണ്ട് ഇട്ടേക്കും. അപ്പം അവിടെ നമ്മൾ സെറ്റാക്കി. അപ്പം നമ്മുടെ കറികളും ഒക്കെ നമുക്കിനി തിരിച്ചവിടെ കൊണ്ടുവെക്കാതെ നമുക്ക് അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ കറിയൊക്കെ വെക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അവിടെ കുറച്ച് പാത്രം കിട്ടിയിട്ടുണ്ട്. അതൊന്ന് മാറ്റി അവിടെ നിന്ന് വെക്കാം. നമ്മുടെ പൂച്ചയാണെങ്കിൽ അവിടെ എല്ലാം വൃത്തിയാക്കി നമുക്ക് തിരിച്ച് ഈ എടുത്ത സാധനങ്ങൾ അവിടെ തന്നെ
ഇത്രയും സാധനങ്ങൾ അവിടെ ഇരുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് പാത്രമൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടായിരുന്നതാണ്. ഈ സാധനങ്ങളെല്ലാം കൂടെ നമ്മുടെ ഈ ഗ്യാസിൻ്റെ അടിയിൽ, ഗ്യാസിൻ്റെ അല്ല, നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ അടിയിലായി വരുന്നത്. അപ്പോൾ അവിടെ കൂടെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. ഈ ഭാഗം ഇത്രയും വൃത്തിയാക്കണം. അപ്പം നമുക്ക് പാത്രമെല്ലാം കഴുകി വെച്ചേക്കും. എന്തായാലും നമുക്ക് ഒന്നുകൂടെ നമ്മൾ വൃത്തിയാക്കുമല്ലോ. അപ്പം നമുക്കെല്ലാം ഒന്നുകൂടെ ഒന്ന് കഴുകി വെക്കാം. ഓക്കെ, ഈ ഒരു പാത്രത്തിലോട്ട് നമ്മുടെ ഈ പാത്രങ്ങളെല്ലാം ഒന്ന് മാറ്റി നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇത് എൻ്റെ പാത്രം കേട്ടോ, ഞാൻ ഉപയോഗിക്കുന്നത്. അല്ല, ഇവിടെ ഇങ്ങനെ ഒരു മാസം മുന്നേ ആണ് വൃത്തിയാക്കി. പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് ഇവിടെ കൂടിയത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടയ്ക്കണം. ഗ്ലാസ് എല്ലാം കഴുകണം. ഗ്ലാസ് ഇവിടെ ഒന്ന് കഴുകണം. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് നമുക്ക് അല്ലാതെ ആൾക്കാരൊക്കെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ നമ്മുടെ കപ്പ്. ഇത് എൻ്റെ പേഴ്സണൽ കപ്പാട്ടോ. ഞാൻ വന്ന് അങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ കപ്പ. ഇതെനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് തന്ന കപ്പ. ഇത് നമ്മുടെ എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു. അവനകത്താണ് പാലൊക്കെ കുടിക്കുന്നത്. പാലും ചായയൊക്കെ. ചായയല്ല, ചായ കുടിക്കത്തില്ല പുള്ളിക്കാരൻ. പാൽ കുടിക്കുന്നതൊക്കെ ഇതിനകത്താണ്. നമുക്ക് ഇവിടെ കുറച്ച് പാത്രമൊക്കെ എടുക്കുന്നത് ഉപ്പും പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റിയ എണ്ണ അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പം അതുകൂടെ ഒന്ന് മാറ്റി കുടന്ന് വൃത്തിയാക്കി എടുക്കണം. എനിക്ക് എണ്ണ ഇല്ലാത്തതുകൊണ്ട് ഇരിക്കുന്നത് കേട്ടോ. ഈ മേളിൽ നമ്മുടെ പാത്രം ഇരിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. അതൊന്നും അധികം വൃത്തിയാക്കണ്ട. കാരണം അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ ആ പാത്രം എടുത്ത സ്ഥലമാണ് കേട്ടോ. അവിടെ മൊത്തം അഴുക്കാം. അപ്പം നമുക്ക് അവിടെ നിന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി തുടച്ചെടുക്കാം. പക്ഷെ അത് ഞാൻ തുടച്ചിട്ടൊന്നും പോകുന്നില്ല. അപ്പം നമുക്കതൊന്നും നോക്കാം, ട്രൈ ചെയ്യാം. എന്നിട്ട് ഞാനാണെങ്കിൽ നമ്മൾ അവിടുത്തെ പാത്രങ്ങളെല്ലാം ഇവിടെ കഴുകാൻ കൊണ്ടുവച്ചാൽ പിന്നെ നമ്മൾ കഴുകിയ പാത്രങ്ങളുണ്ട്. അപ്പം ഞാൻ കഴുകിയ പാത്രങ്ങളെല്ലാം അവിടെ ആക്കാം. കഴുകിയ പാത്രങ്ങൾ ഞാൻ എന്താ എടുത്ത് വെക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ വൃത്തിയായിക്കൊണ്ടിരിക്കില്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്നും ആ ഷെൽഫിലും വെച്ച് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ എടുത്ത പാത്രം കൂടെ നമ്മളിവിടെ കൊണ്ട് കഴുകാനായിട്ട് വെക്കാം.